ഈശോയിൽ സ്നേഹമുള്ളവരെ, പുതുപ്പാടി വിൻസെന്റിയൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഏവർക്കും പ്രാർത്ഥനാശംസകൾ. ജൂബിലാത്തെ വചനവിരുന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ നമ്മൾ പലതരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. നമ്മളെടുക്കുന്ന ഓരോ തീരുമാനവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിനും പരാജയത്തിനും കാരണമാകുന്നത് നമ്മളെടുക്കുന്ന ചില തീരുമാനങ്ങളാണ്. നല്ല തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ നല്ല ഫലങ്ങൾ ലഭിക്കുന്നു, ജീവിതം വിജയത്തിലേക്ക് പോകുന്നു. തെറ്റായ തീരുമാനങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ തെറ്റായ തീരുമാനങ്ങൾ വലിയ തകർച്ചകളിലേക്കും പ്രതിസന്ധികളിലേക്കും നമ്മളെ കൊണ്ടുപോകുന്നു. അപ്പോൾ തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു വ്യക്തിക്ക്, ഒരു വിശ്വാസിക്ക് നല്ല തീരുമാനം എടുക്കാൻ കഴിയുക ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവത്തോടൊപ്പം സമയം ചെലവഴിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണെന്ന് തിരുവചനവും ആത്മീയപിതാക്കന്മാരും തിരുസഭയും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ജീവിതത്തിൽ നല്ല തീരുമാനം എടുക്കാൻ സാധിക്കാത്തതിൻ്റെ പേരിൽ ഒത്തിരി സങ്കടത്തിലൂടെയും തകർച്ചകളിലൂടെയും പ്രതിസന്ധികളിലൂടെയും രോഗങ്ങളിലൂടെയും പോലും കടന്നു പോകുന്ന അനേകരുണ്ട്. തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 1-ാം അധ്യായത്തിൽ യേശുവിൻ്റെ ശിഷ്യന്മാരെ ഒരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുന്നത് എങ്ങനെയാണെന്ന് അവിടെ വ്യക്തമായിട്ട് കുറിച്ചു വച്ചിട്ടുണ്ട്. 1-ാം അധ്യായത്തിൽ 24-25 തിരുവചനങ്ങൾ നമ്മൾ വായിച്ചാൽ നമുക്കറിയാം, ഈശോ തൻ്റെ പരസ്യജീവിത കാലത്ത് ഈശോയുടെ ശിഷ്യന്മാരായിട്ട് തിരഞ്ഞെടുത്തത് 12 പേരെയാണ്. ഈശോ ഈ 12 ശിഷ്യന്മാർക്കും ആവശ്യമായിട്ടുള്ള ഫോർമേഷൻ, പരിശീലനമൊക്കെ കൊടുത്തു. കാരണം ഈശോയുടെ മരണത്തിന് ശേഷം ഇവരാണ് ഈശോ ഈ ഭൂമിയിൽ തുടങ്ങി വച്ച പ്രവർത്തനങ്ങൾ തുടരേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഈശോ അവർക്ക് ദൈവരാജ്യത്തെക്കുറിച്ചും ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും എല്ലാം വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തി കൊടുത്തു. അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ ഈശോ അവർക്ക് പരിശീലനമായിട്ട് പറഞ്ഞു കൊടുത്തു. സ്നേഹമുള്ളവരെ, എന്നാൽ നമുക്കറിയാം, ഈശോ വളരെ വാത്സല്യത്തോടെ സ്നേഹത്തോടെ തിരഞ്ഞെടുത്ത ഈ 12 പേരിൽ ഒരാളെ ഈശോയ്ക്ക് നഷ്ടപ്പെട്ടു പോയി. ആ വ്യക്തി സമ്പത്തിനോടുള്ള സ്വാർത്ഥതയും ചില സ്വാർത്ഥ താല്പര്യങ്ങളും മൂലം ഈശോയെ ഒറ്റിക്കൊടുക്കുകയും അങ്ങനെ യൂദാസ് കറിയാത്ത നമുക്കറിയുന്നത് പോലെ കെട്ടിത്തൂങ്ങി ചാവുകയും ചെയ്തു. അപ്പോൾ ഇവർക്ക് ഈ 12 പേരെ ഈശോ തിരഞ്ഞെടുത്തതിൽ ഇപ്പോൾ 11 പേരായി. ഒരാളുടെ കുറവുണ്ട്. 12 പേരെയാണ് ഈശോ തിരഞ്ഞെടുക്കുന്നതും ആ ശിഷ്യ സമൂഹത്തിൽ, പ്രധാനപ്പെട്ട ശിഷ്യ സമൂഹത്തിൽ അപ്പോസ്തലന്മാരായിട്ട് 12 പേര് ഉണ്ടാകുവാനാണ് ഈശോ ആഗ്രഹിച്ചത്. അപ്പോൾ ഈശോയുടെ തുടർന്ന് ഈശോയുടെ മരണത്തിന് ശേഷം ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ 40 ദിവസങ്ങൾക്ക് ശേഷം സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. ഈശോ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തതിനു ശേഷം ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ പ്രതിസന്ധിയിലായിരുന്നു. എങ്ങനെ മുമ്പോട്ട് പോകും, എങ്ങനെ കാര്യങ്ങൾ ക്രമീകരിക്കും എന്നൊക്കെ അവർക്ക് വലിയ ഭയമുണ്ടായിരുന്നു, അസ്വസ്ഥതകളുണ്ടായിരുന്നു. പലതും അവരുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തിയിരുന്നു. അപ്പോൾ അവർക്ക് തോന്നിയ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം അവർക്ക് തോന്നിയത്, ഈ 12 ശിഷ്യന്മാരിൽ, കർത്താവ് തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരിൽ ഒരാൾ ഇപ്പോൾ കുറവാണ്. അപ്പോൾ അതിന് പകരം ഒരാളെ കൂടെ തിരഞ്ഞെടുക്കണം. പക്ഷേ ഈ തീരുമാനം എടുക്കുമ്പോൾ അതൊരിക്കലും മാനുഷികമായിട്ടുള്ളൊരു തീരുമാനമാകരുത്. ദൈവം ആഗ്രഹിക്കുന്ന തീരുമാനമാകണം. ദൈവം ആഗ്രഹിക്കുന്ന വ്യക്തിയെയാണ് തിരഞ്ഞെടുക്കുവാൻ. അതേക്കുറിച്ചാണ് നമ്മൾ അപ്പോസ്തല പ്രവർത്തനം 1:24-25 തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുക. അവർ പ്രാർത്ഥിച്ചു, കർത്താവേ, എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങൾ അങ്ങ് അറിയുന്നുവല്ലോ. യൂദാസ് താൻ അർഹിക്കുന്നിടത്തേക്ക് പോകാൻ വേണ്ടി ഉപേക്ഷിച്ച അപ്പസ്തോല സ്ഥാനവും ശുശ്രൂഷ പദവിയും സ്വീകരിക്കാൻ ഈ 20 ആരെയാണ് അങ്ങ് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് വ്യക്തമാക്കണമേ. അപ്പോൾ അവർ അങ്ങനെ പ്രാർത്ഥിക്കുന്നതിന് മുമ്പായിട്ട് ഈ കാര്യം ഒരു ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ ഇവർക്ക് ഒരു ചിന്തയുണ്ടായിരുന്നു. സ്നാപയോഹന്നാൻ്റെ സ്നാനം മുതൽ ഈശോയുടെ സ്വർഗാരോഹണം വരെ ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന, യേശുവിൻ്റെ അപ്പസ്തോലന്മാരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളായിരിക്കണം എന്ന് ഇവർ ആഗ്രഹിച്ചിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ അവരുടെ കൂടെ സംസാരിക്കുന്നുണ്ട്. 1-ാം അധ്യായം 22-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കും, യോഹന്നാന്റെ സ്നാനം മുതൽ നമ്മിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് സംഭവിക്കപ്പെട്ട നാൾ വരെ യേശു നമ്മോടൊപ്പം സഞ്ചരിച്ചിരുന്ന കാലം മുഴുവനും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ഒരുവനായിരിക്കണം അവൻ. അതായിരുന്നു അവരുടെ ആഗ്രഹം.
അപ്പോൾ ഈ ആഗ്രഹം ഇവരെല്ലാവരോടും പറഞ്ഞു. കൂടെ ഉണ്ടായിരുന്ന ഈ 11 ശിഷ്യന്മാരും അതോടൊപ്പം മറ്റു പലരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. നമുക്കറിയാം യേശുവിൻ്റെ അമ്മയായ മറിയവും മറ്റു ചില ഭക്തസ്ത്രീകളും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കൂട്ടായ്മയാണത്. അപ്പോൾ ഇവർ ഈ ആഗ്രഹം പറഞ്ഞപ്പോൾ മറ്റുള്ളവരെല്ലാവരും കൂടെ 2 പേരുകളാണ് നിർദ്ദേശിച്ചത്. ഒന്ന് ബർസബാസ്, ജോസഫ് എന്ന് അറിയപ്പെടുന്ന ബർസബാസ് എന്ന ഒരാളുടെ പേര് പറഞ്ഞു. അപ്പോൾ ഈ ബർസബാസ് യോഹന്നാന്റെ സ്നാനം മുതൽ യേശുവിൻ്റെ ഉത്ഥാനം വരെ ശിഷ്യന്മാരോടും ഈശോയോടൊപ്പം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ബർസബാസ്. അതോടൊപ്പം ആ കൂട്ടത്തിലുള്ള എല്ലാവർക്കും സമ്മതനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ബർസബാസ്, ജോസഫ് എന്ന് വിളിക്കുന്ന ബർസബാസ്. പിന്നെ ആ കൂട്ടത്തിലുണ്ടായിരുന്ന അവർ സജസ്റ്റ് ചെയ്ത നിർദ്ദേശിച്ച വേറൊരു പേര് മത്തിയാസ് എന്നായിരുന്നു. അപ്പോൾ മത്തിയാസും ഈ യോഹന്നാന്റെ സ്നാനം മുതൽ ഈ നാളുകൾ വരെ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ശിഷ്യനായിരുന്നു. അപ്പോൾ ബർസബാസിൻ്റെയും മത്തിയാസിൻ്റെയും 2 പേരുകൾ എല്ലാവരും കൂടെ നിർദ്ദേശിച്ചു. അപ്പോൾ ഈ 2 പേരെ ആവശ്യമില്ല, ഒരാളെയാണ് ആവശ്യമുള്ളത്. 2 പേരും നല്ലവരാണ്, 2 പേരും പൊതുസമ്മതനായ വ്യക്തികളാണ്. അപ്പോൾ മറ്റുള്ളവരങ്ങനെ നിർദ്ദേശിച്ചപ്പോൾ ശിഷ്യന്മാരെന്താണ് ചെയ്തത്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവർ വചനത്തിൽ എഴുതിയിരിക്കുക, അവർ ഒരുമിച്ച് അങ്ങനെ വളരെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. ഈ 11 ശിഷ്യന്മാരും ഈ മറ്റുള്ള വ്യക്തികളും യേശുവിൻ്റെ അമ്മയായ മറിയവും മറ്റുള്ള സ്ത്രീകളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി അവർ ശക്തമായിട്ട് കുറേ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് അവസാനം അവർക്ക് ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ പ്രേരണ കൊടുത്ത് ഈ 2 പേരുടെയും പേരുകൾ വെച്ച് കുറിയിടുക. അങ്ങനെയാണ് അവർ 2 പേരുടെയും പേരുകൾ വെച്ച് ഈ ബർസബാസിൻ്റെയും മത്തിയാസിൻ്റെയും പേരുകൾ വെച്ച് കുറിയിടുകയാണ്. അങ്ങനെ കുറിയിട്ടു. അങ്ങനെ കുറി വീണത് മത്തിയാസിനാണ്. അങ്ങനെ യേശുവിൻ്റെ ശിഷ്യന്മാർ യൂദാസ് കൊറിയാത്തയ്ക്ക് പകരം 12ാമത്തെ അപ്പസ്തോലനായിട്ട് മത്തിയാസിനെ തിരഞ്ഞെടുത്തു. അങ്ങനെ അവരുടെ അപ്പസ്തോല ഗണത്തിൽ മത്തിയാസിനെ ചേർത്ത് അങ്ങനെ 12 ഈശോ ആദ്യമേ തിരഞ്ഞെടുത്ത 12 എന്ന് പറഞ്ഞ ആ നമ്പർ തികയ്ക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഈ തെരഞ്ഞെടുപ്പും അതിൻ്റെ പിന്നിൽ നടന്ന കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ചിന്തിച്ചാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ജീവിതത്തിൽ വളരെ പ്രതിസന്ധികളിലൂടെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു, ഭയത്തിലൂടെ കടന്നു പോകുന്നു, എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് അറിയത്തില്ല. കർത്താവ് ഏൽപ്പിച്ച വലിയൊരു ഉത്തരവാദിത്വം നിറവേറ്റേണ്ടതുണ്ട്. അപ്പോൾ അവർ ആദ്യം ചെയ്ത കാര്യം കൂട്ടമായിരുന്ന് ഒരുമിച്ച് കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. ഒരു പ്രാർത്ഥനയിൽ സമയം ചെലവിട്ടു. അവർ ജെറുസലേമിൽ ഈശോ ആയിരുന്നപ്പോൾ കൂടിയിരുന്ന ആ കെട്ടിടത്തിൻ്റെ മുകളിലത്തെ നിലയിൽ അവരൊരുമിച്ച് കൂടി. ഈശോയുടെ അമ്മയായ മറിയവും അവരുടെ കൂടെയുണ്ട്, മറ്റു ഭക്തസ്ത്രീകളുമുണ്ട്. അവരെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ ആത്മാവിന് നിറവിന് വേണ്ടി, നല്ല തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടി, ധൈര്യം കിട്ടുന്നതിന് വേണ്ടി അവർ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമാണ് ദൈവാത്മാവ് അവരെ നയിച്ചതും ദൈവം ആഗ്രഹിക്കുന്ന നല്ലൊരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ അവർക്ക് സാധിച്ചതും. സ്നേഹമുള്ളവരെ, നമ്മൾ ഈ നല്ല തീരുമാനമെടുത്ത ശിഷ്യരിൽ നിന്ന് പഠിക്കേണ്ട ഒരു വലിയ കാര്യം, ഒരു കുടുംബത്തിൽ നമ്മളൊരു നല്ല തീരുമാനമെടുക്കുവാൻ വേണ്ടി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുക. അപ്പനും അമ്മയും മക്കളും എല്ലാവരും ഒരുമിച്ചിരുന്ന് ദൈവസന്നിധിയിൽ കുടുംബത്തിൽ എടുക്കേണ്ട നല്ല തീരുമാനങ്ങൾക്കായിട്ട് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ദൈവം അവർക്ക് വഴിതെളിച്ചു കൊടുക്കും. ദൈവം അവർക്ക് നല്ല തീരുമാനമെടുക്കാൻ സഹായിക്കും. അതോടൊപ്പം ദാമ്പത്യ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ജീവിതത്തിൽ അവർക്കും നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്ന ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ്. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരെ അലട്ടുന്ന പല പ്രതിസന്ധികളും, ഭിന്നതകളും, പ്രശ്നങ്ങളും, രോഗങ്ങളും, തകർച്ചകളും ഒക്കെ പല കാര്യങ്ങളും, സംശയങ്ങളും എല്ലാം അതിജീവിക്കാൻ അവർക്ക് സാധിക്കും. ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചാണ് തീരുമാനങ്ങളിലേക്ക് കടന്നു വരേണ്ടത്. ഒരു സ്ഥാപനമാണെങ്കിൽ ആ സ്ഥാപനത്തെ സംബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് നല്ല തീരുമാനം കടന്നു വരിക എന്ന് യേശുവിൻ്റെ ശിഷ്യന്മാരും പരിശുദ്ധ അമ്മയും നമുക്ക് പറഞ്ഞു തരികയാണ്. അതോടൊപ്പം സന്യാസ സഭകളിലാണെങ്കിലും തിരുസഭയിലാണെങ്കിലും നല്ല തീരുമാനങ്ങൾ വരുമ്പോഴാണ് നമുക്ക് സഭയിലാണെങ്കിലും സമാധാനമുണ്ടാവുക, സന്തോഷമുണ്ടാവുക, ഭിന്നതകൾ കുറവുണ്ടാവുക, ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുക. അപ്പോൾ ആദിമസഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളാണ് നമുക്കറിയാം ഈ അപ്പോസ്തലന്മാർ. അവരെടുത്ത ഈ തീരുമാനത്തെ പ്രതി പിന്നീട് ഭിന്നതകളൊന്നുമില്ല, പിന്നീട് പ്രതിസന്ധികളൊന്നുമില്ല. കാരണം എന്തായിരുന്നു? അവർ ഒരുമിച്ച് കൂടി ദീർഘസമയം ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവത്തോട് ആലോചന ചോദിച്ചു, അവർ കുറിയിട്ടു. അവിടെ മറ്റുള്ള രീതിയിലുള്ള ആരാകണം, ബർസബാസിന് വേണ്ടി ആരും പ്രചാരണങ്ങളൊന്നും നടത്തുന്നില്ല, അല്ലെങ്കിൽ ബർസബാസിന് വേണ്ടി ആരും പിന്നിൽ നിന്ന് റെക്കമെൻഡേഷൻ ഒന്നും പോകുന്നില്ല.
അവർ ദൈവത്തിൻ്റെ പദ്ധതി നിറവേറാൻ ആഗ്രഹിക്കുകയാണ്, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറാൻ ആഗ്രഹിക്കുകയാണ്. അവർ പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്, ദൈവത്തിൻ്റെ ആലോചന ചോദിച്ച് തീരുമാനമെടുക്കുക ചെയ്ത്. ഒരുപക്ഷെ അവരെ പോലെയൊക്കെ ശിഷ്യന്മാരെ പോലെയൊക്കെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച അവരെ പോലെ നമുക്കും ഇന്ന് നമ്മളാകുന്ന സഭയിലും തിരുസഭയിലും എല്ലാ ഇടങ്ങളിലും ഒരുമിച്ചിരുന്ന് കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ സാധിച്ചാൽ കുറേയൊക്കെ ഭിന്നതകളും കുറേയൊക്കെ അസ്വസ്ഥതകളും കുറേയൊക്കെ പ്രതിസന്ധികളെയും നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. അത് കുടുംബമാണെങ്കിലും, അതൊരു സ്ഥാപനമാണെങ്കിലും, അതൊരു സന്യാസ സഭയാണെങ്കിലും തിരുസഭയാണെങ്കിലും എവിടെയും കൂട്ടായ്മയും പ്രാർത്ഥനയും ഒരുമിച്ചുള്ള പ്രാർത്ഥനയും ഉള്ളിടത്താണ് ദൈവം പ്രവർത്തിക്കുന്നത്, നല്ല തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്. സ്നേഹമുള്ളവർ, ഇവരുടെ മാതൃക നമുക്ക് സ്വീകരിക്കാം നമ്മുടെ അനുദിന ജീവിതത്തിൽ. അപ്പോൾ പഠനത്തിനായിട്ട് ഒരുങ്ങും പലപ്പോഴും പല കുട്ടികളെയും കണ്ടിട്ടുണ്ട്. അവർ പഠനത്തിനൊരു കാര്യം സെലക്ട് ചെയ്യുന്നു, പക്ഷെ പഠിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെടുന്നില്ല. ചിലപ്പോൾ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ആ ജോലിക്ക് പോകാതെ കുറച്ച് നാൾ വീട്ടിലിരുന്ന് പിന്നെ വേറെ കോഴ്സിന് പോകുന്ന അനേകം കുട്ടികളെ കണ്ടിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ചിലപ്പോൾ ദാമ്പത്യ ജീവിതമാണെങ്കിലും ഒരു പ്രാർത്ഥിച്ച് ഒക്കെ ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാതെ പെട്ടെന്ന് കണ്ട ഒരാളെ അങ്ങ് ഇഷ്ടപ്പെട്ടു, ആ ഇഷ്ടപ്പെടലിൻ്റെ പുറകെ പോയി ചിലപ്പോൾ അങ്ങനെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു, വലിയ പ്രതിസന്ധികളിൽ കടന്നുപോയി. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഡിവോഴ്സിലേക്കും ബന്ധ തകർച്ചകളിലേക്കും പോയി അനേകം വിവാഹങ്ങളും കാണാനിട വന്നിട്ടുണ്ട്. ചിലപ്പോൾ ചില ബിസിനസ് ആണെങ്കിലും ഒരാലോചനയും കൂടാതെ ഒരു പ്രാർത്ഥനയും കൂടാതെ നല്ലതെന്ന് തോന്നി, അത് നല്ലതെന്ന് ചിലരൊക്കെ പറഞ്ഞു, വലിയ പണം മുടക്കി ബിസിനസ് ആരംഭിച്ചു. വേണ്ടത്ര ആലോചനയും പ്രാർത്ഥനയും കൂടാതെ വലിയ സാമ്പത്തിക ബാധ്യതകളിലേക്കും സാമ്പത്തിക തകർച്ചകളിലേക്കും ആത്മഹത്യകളിലേക്കും പോയ ബിസിനസ്സുകാരെ അറിയാം. സ്നേഹമുള്ളവർ, എല്ലാ മേഖലകളിലും ഒരുമിച്ചുള്ള പ്രാർത്ഥനയും കൂട്ടായ്മയും നല്ല തീരുമാനമെടുക്കാൻ ആവശ്യമാണ്. നമുക്ക് ഈ ശിഷ്യന്മാരുടെ മാതൃക, പരിശുദ്ധ അമ്മ തരുന്ന മാതൃക നമ്മുടെ ജീവിതത്തിലും അനുദിന ജീവിതത്തിലും നമുക്ക് സ്വന്തമാകാം. അവർ പ്രതിസന്ധിയിൽ ചെയ്ത് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. മനുഷ്യരുടെ യാതൊരു വിധത്തിലുള്ള ഇടപെടലുകളുമല്ല അവിടെ ഉണ്ടായത്, ദൈവത്തിൻ്റെ ഇടപെടലാണ് ഉണ്ടായത്. അതുകൊണ്ട് ആ തീരുമാനം ശക്തമായിരുന്നു, വ്യക്തമായിരുന്നു, സമാധാനവും ഐക്യവും ഉണ്ടാക്കുന്നതായിരുന്നു. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെയുള്ള തീരുമാനങ്ങൾ നമ്മുടെ കുടുംബത്തിലും ഈ സമൂഹത്തിലും തിരുസഭയിലും നമ്മുടെ രാജ്യത്തിലും ഈ ലോകത്തിലും പ്രാർത്ഥനയിലൂടെ നല്ല തീരുമാനങ്ങൾ ഉണ്ടാകുവാനും അതിൻ്റെ ഫലമായ സമാധാനം നമ്മുടെ ലോകത്തിൽ ഉണ്ടാകുവാനും പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ആരാധനയിൽ അത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിച്ചൊരുങ്ങാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. സ്വർഗീയ നിമിഷം, മാലാഖമാർ ചേരും നിമിഷം, ഈ നിമിഷം സ്വർഗീയ നിമിഷം, മാലാഖമാർ ചേരും നിമിഷം, ആരാധ്യനാഥൻ അണയുന്ന നേരം, അനുഗ്രഹദായക നിമിഷം, ആരാധ്യനാഥൻ അണയുന്ന നേരം, അനുഗ്രഹദായക നിമിഷം, ആരാധന സ്തുതിയേശുവേ, ആരാധന സ്തുതിയേശുവേ, ആരാധന സ്തുതിയേശുവേ, ആരാധന സ്തുതിയേശുവേ, ആരാധന സ്തുതിയേശുവേ, ആരാധന സ്തുതിയേശുവേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന
ജീവൻ നൽകുന്ന ജീവനുള്ള അപ്പം, ഈശോയുടെ തിരുശരീരം, ഈശോയുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ദിവ്യകാരുണ്യം, ദിവ്യകാരുണ്യ ഈശോയുടെ കരികിൽ കരങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും നമുക്ക് സമർപ്പിക്കാം. സ്നേഹമുള്ളവരെ, ഒന്നിച്ചു പ്രാർത്ഥിച്ച് തീരുമാനമെടുക്കുന്ന ശിഷ്യന്മാരെയാണ്, അപ്പസ്തോലന്മാരെയാണ് നമ്മൾ ഇന്ന് ധ്യാനിച്ചത്. അത് ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കുടുംബത്തിലാണെങ്കിലും, ദാമ്പത്യ ജീവിതത്തിലാണെങ്കിലും, ബിസിനസ്സിലാണെങ്കിലും, സഭയിലാണെങ്കിലും, തിരുസഭയിലാണെങ്കിലും, നമ്മുടെ രാജ്യത്തിലാണെങ്കിലും ഓരോരുത്തരും എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് വിജയത്തിലേക്കും പരാജയത്തിലേക്കും നയിക്കുന്നത്. അതുതന്നെയാണ് പലപ്പോഴും സമാധാനമില്ലാത്ത അവസ്ഥയിലേക്കും സമാധാനത്തിലേക്കും നയിക്കുന്നത്. തീരുമാനങ്ങളാണ് പലപ്പോഴും ഐക്യത്തിലേക്കും ഭിന്നതകളിലേക്കും കൊണ്ടുപോകുന്നത്. യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ മരണശേഷം, പ്രത്യേകിച്ച് സ്വർഗാരോഹണത്തിന് ശേഷം 12 പേരിൽ ഒരാളെ, നഷ്ടപ്പെട്ട ഒരാളെ, ആ സ്ഥാനത്തേക്ക് ഒരാളെ കൂടെ കണ്ടെത്തുവാൻ യേശുവിൻ്റെ ശിഷ്യന്മാർ ചെയ്ത കാര്യം എന്തായിരുന്നു? അവർ മറ്റുള്ളവരോട് അഭിപ്രായം ചോദിച്ചു. ആ കൂട്ടത്തിൽ യേശുവിൻ്റെ അമ്മയായ മറിയമുണ്ട്, മറ്റു ഭക്തസ്ത്രീകളുണ്ട്. അങ്ങനെ എല്ലാവരും ചേർന്ന് 2 പേരെ നിർദ്ദേശിച്ചു, ബർസബാസും മത്തിയാസും. 2 പേരും നല്ലവരാണ്. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന ആരെയാണ്? യൂദാസിന് പകരമായിട്ട് 12 പേരിൽ ഒരാളാകാൻ. അവർ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. വലിയ പ്രതിസന്ധിയിലൂടെയാണ് അവർ കടന്നു പോയത്. കാരണം യേശുവിൻ്റെ മരണത്തിന് ശേഷം ഉണ്ടായിരുന്ന അരക്ഷിതാവസ്ഥകൾ അവരെ അസ്വസ്ഥപ്പെടുത്തിയിരുന്നു, ഭയപ്പെടുത്തിയിരുന്നു. പക്ഷെ അവർ തളർന്നു പോവുകയല്ല ചെയ്ത്, അവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. ജെറുസലേമിലെ അവർ ഒരുമിച്ച് കൂടിയിരുന്ന ആ വീടിൻ്റെ 2ാമത്തെ നിലയിൽ അവരിരുന്ന് പ്രാർത്ഥിച്ചു. അവരുടെ പ്രാർത്ഥനയിൽ ദൈവം അവർക്ക് ഉത്തരം നൽകി. അവർ കുറിയിട്ടു. ദൈവം മത്തിയാസിനെ തിരഞ്ഞെടുത്തു. അത് ദൈവത്തിൻ്റെ തീരുമാനം എന്താണെന്ന് ഒരുമിച്ചിരുന്നുള്ള പ്രാർത്ഥനയിലൂടെ അവർക്ക് കണ്ടെത്താൻ സാധിച്ചത് വലിയ അനുഗ്രഹമായി. അതുകൊണ്ട് പിന്നീട് സമാധാനക്കുറവില്ല, ഭിന്നതയില്ല, ഐക്യക്കുറവില്ല. വളരെ സന്തോഷത്തോടെ അവർ തുടർന്നും ഒരുമിച്ച് ശുശ്രൂഷ ചെയ്യുകയാണ്. സ്നേഹമുള്ളവർ, നമ്മുടെ കുടുംബങ്ങളിൽ, വ്യക്തിപരമായ ജീവിതത്തിലൊക്കെ എടുക്കുന്ന തീരുമാനങ്ങൾ ഏറ്റവും അനുഗ്രഹമുള്ള തീരുമാനമാകണം. ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഒന്നിച്ചുള്ള പ്രാർത്ഥനയാണ്. കുടുംബത്തിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. മാതാപിതാക്കളും മക്കളും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. ബിസിനസ് രംഗങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നവർ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. അവിടെയെല്ലാം നല്ല തീരുമാനങ്ങൾ ഉണ്ടാകും. നല്ല തീരുമാനങ്ങൾ കൂടുതൽ അനുഗ്രഹങ്ങളിലേക്ക് നമ്മളെ നയിക്കും. പ്രാർത്ഥനയുടെ ശക്തി തിരിച്ചറിയാനും ദൈവത്തിൽ ആശ്രയിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി പാടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാഗ്ദത്തം തന്നവൻ അകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. എല്ലാവരും ചേർന്ന് എല്ലാ പ്രാർത്ഥനകളും എല്ലാ നിയോഗങ്ങളും ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കും. ആരാധിച്ചാൽ വിടുതലുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്.
ആരാധിച്ചാൽ വിടുതലുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്. വിളിച്ചാൽ വിളിപ്പുറത്തെത്തും നിശ്ചയം, വിളി ശ്രവിച്ചാൽ നിത്യരക്ഷ നിശ്ചയം. വിളിച്ചാൽ വിളിപ്പുറത്തെത്തും നിശ്ചയം, വിളി ശ്രവിച്ചാൽ നിത്യരക്ഷ നിശ്ചയം. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാഗ്ദത്തം തന്നവൻ അകലുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം വലിയൊരു അഭിഷേകം നിറയട്ടെ, സൗഖ്യമുണ്ടാകും. എല്ലാവരും ചേർന്ന് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ച് ഒന്നിച്ചൊന്ന് സ്തുതിച്ച് ഹല്ലേലൂയ. യേശുവേ, ആരാധന, മഹത്വം മഹത്വം മഹത്വം. ഈശോയെ, ഈശോയെ സുഖപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ. ഈശോയെ സുഖപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ. കൃപ നിറയട്ടെ, അഭിഷേകം ചൊല്ലിക്കട്ടെ, പ്രാർത്ഥനയുടെ അഭിഷേകം ലഭിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന ആരാധന ആരാധന. മഹത്വം 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 മഹത്വം. രോഗികൾ യേശുനാമത്തിൽ സുഖപ്പെടട്ടെ, ബന്ധനങ്ങൾ യേശുനാമത്തിൽ അഴിയട്ടെ. ഹല്ലേലൂയ. അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ, അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, ആരാധന ആരാധന. മഹത്വം 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 മഹത്വം. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ പ്രാർത്ഥനകളെയും ഈശോയ്ക്ക് സമർപ്പിക്കാം. കുടുംബത്തെക്കുറിച്ച് നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ, നമ്മുടെ മക്കളെക്കുറിച്ച് നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ, നമ്മുടെ ബിസിനസ്സിനെ കുറിച്ച് നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ, നമ്മുടെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് നല്ല തീരുമാനം എടുക്കാൻ ദൈവത്തിൻ്റെ സഹായം പ്രാർത്ഥനയിലൂടെ ചോദിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ പ്രാർത്ഥിച്ചൊരുങ്ങും. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.